ഇന്നത്തെ ദിവസമാണ് വിനായകന്റെ ജനനവും ശിവന്റെ ഗണങ്ങളുടെ അധിപനായിട്ട് പ്രഖ്യാപിച്ച ദിവസവുമാണ്. അതുകൊണ്ടാണ് ഗണപതി, ഗണനാഥ, ഗണേശ എന്നുള്ള പേരുകൾ വന്നത്. ഗണങ്ങളുടെ അധിപൻ. ഈ ഗണങ്ങൾ എന്ന് ഉദ്ദേശിക്കുന്നത് ശിവന്റെ അടുത്തുള്ള പ്രമഥ ഗണങ്ങളാണ്. പ്രമഥ ഗണങ്ങളുടെ അധിപനായതുകൊണ്ട് വിഘ്നേശ്വരനെ ഗണപതി എന്നുള്ള പേരിലാണ് അറിയപ്പെടുന്നു. ഈ ദിവസത്തെക്കുറിച്ച് മുത്തുസ്വാമി ദീക്ഷിതരുടെ ഒരു കീർത്തനത്തിൽ പ്രത്യേകിച്ച് പറയുന്നുണ്ട്. ഇത് വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു കീർത്തനമാണ്. ഷൺമുഖപ്രിയ എന്നുള്ള രാഗത്തിൽ രൂപക താളത്തിലുള്ള ഒരു കീർത്തനമാണ്. സിദ്ധി വിനായകം എന്ന് തുടങ്ങുന്ന കീർത്തനമാണ്. സിദ്ധി വിനായകം അനിശം ചിന്തയാമി അഹം എന്നാണ് ഇതിൻ്റെ തുടക്കം. സിദ്ധി വിനായകം അനിശം എന്ന് തുടങ്ങുന്നതാണ്. വിനായകനെ അല്ലെങ്കിൽ വിഘ്നേശ്വരനെ വിഘ്നങ്ങളുടെ ഈശ്വരനായിട്ടും പ്രമഥഗണങ്ങളുടെ അധിപനായിട്ടും പരമശിവൻ പ്രഖ്യാപിച്ച ദിവസമാണ്. ഗണപതിയുടെ കഥകൾ ഒരു 3-4 അധ്യായമായിട്ടുണ്ടാവും. ശരിക്കും ഉള്ള ഒരു ബാലകനെ ആനയുടെ മുഖം വെച്ചിട്ട് പുനർജീവിപ്പിച്ച ഒരു കഥയാണ് ഗജാനനം എന്നറിയപ്പെടുന്ന വിഘ്നേശ്വരൻ്റെ കഥ.